ഹായ്. അതെ, മന്ത്ലി പ്ലാനർ. എന്താ മന്ത്ലി പ്ലാനർ എന്നല്ലേ? ഇന്ന് ജൂൺ മാസം തുടങ്ങി അല്ലേ? കുട്ടികളെല്ലാവരും ഇപ്പോൾ സ്കൂളിലേക്ക് എത്തി വളരെ സന്തോഷത്തോടെ അവരുടെ ഒരു പുതിയ അധ്യയന വർഷം തുടങ്ങുകയാണ്. ഈ സമയത്ത് തന്നെ 10, 11, 12 ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന ഈ വർഷത്തെ പൊതുപരീക്ഷകൾ എഴുതാൻ തയ്യാറെടുക്കുന്ന കുട്ടികൾക്ക് അത്യാവശ്യം വേണ്ട ഒരു കാര്യമാണ് ടൈം മാനേജ്മെൻറ്റ്. അതിന് വേണ്ടത് കൃത്യമായൊരു പ്ലാനറാണ്. ഈ പ്ലാനർ പലതരത്തിലുള്ള പ്ലാനേഴ്സ് ഉണ്ട്. നമുക്കത് വാങ്ങിക്കാം. ഇല്ലെങ്കിൽ കയ്യിൽ ഒരു പഴയ നോട്ട്ബുക്ക് ഉണ്ടെങ്കിൽ അതിൽ തന്നെ നമുക്കൊരു പ്ലാനർ സെറ്റ് ചെയ്യാം. ജൂൺ മുതൽ വരുന്ന മാർച്ച് വരെയുള്ള എക്സാമിനേഷൻ വരെയുള്ള കാലയളവിനെ നിങ്ങൾക്ക് അതിൽ മാർക്ക് ചെയ്യാം. അതിൽ വർക്കിംഗ് ഡേയ്സ് എത്ര എണ്ണം ഉണ്ട്, എത്ര ഹോളിഡേയ്സ് ഉണ്ട്, പരീക്ഷ നടക്കുന്ന ദിവസങ്ങൾ എത്രയാണ്, നിങ്ങളുടെ പ്രധാനപ്പെട്ട വെക്കേഷൻ സമയം, അതായത് ഓണം, ക്രിസ്മസ്, അതുപോലെ നിങ്ങളുടെ സ്റ്റഡി ഹോളിഡേയ്സ് ആയിട്ട് സ്കൂളുകൾ ഒരുപക്ഷെ അനുവദിച്ചു തരുന്ന സമയങ്ങൾ, ഇവയെല്ലാം നേരത്തെ തന്നെ മനസ്സിലാക്കി അതിൽ മാർക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള ദിവസങ്ങളിൽ റെഗുലർ ക്ലാസ് ഉള്ള ദിവസങ്ങൾ, അതുപോലെ ഹോളിഡേയ്സ്, അതൊക്കെ എങ്ങനെ പഠനത്തിന് പ്ലാൻ ചെയ്യാൻ എന്നുള്ളത് നേരത്തെ തന്നെ നമുക്ക് ആസൂത്രണം ചെയ്യാൻ പറ്റും. ഇത്തരമൊരു കാര്യം ഇപ്പം തന്നെ ഓർമ്മിപ്പിക്കേണ്ടതുണ്ടോ എന്ന് ചിന്തിക്കുന്നതിനൊരു കാര്യം പറയാം. ദിവസങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ 24 മണിക്കൂർ. അതിൽ നമ്മൾ 8 മണിക്കൂറോളം ഉറങ്ങണം. ആരോഗ്യകരമായൊരു വളർച്ചയ്ക്ക് ഉറക്കം അത്യാവശ്യമാണ്. പിന്നെ ഒരു 8 മണിക്കൂർ സമയമാണ് നമ്മൾ പലപ്പോഴും സ്കൂളിലോ കോളേജിലോ ഒക്കെ ആയിട്ട് പോകുന്നത്. ബാക്കി 8 മണിക്കൂർ സമയത്തെ തന്നെ പല കാര്യങ്ങൾക്കായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതായത് നമ്മൾ സ്കൂളിലേക്ക് പോകാനും വരാനുമുള്ള യാത്രാ സമയം, അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങൾ, ഈ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിയുമ്പോൾ സത്യത്തിൽ നമ്മുടെ നമുക്ക് വീട്ടിലിരുന്ന് വർക്ക് ചെയ്യാനുള്ള സമയം ഏതാനും മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. അങ്ങനെ കണക്കാക്കി നോക്കുമ്പോൾ സമയത്തിൻ്റെ വാല്യൂ ശരിക്കും മനസ്സിലാക്കും. ഇങ്ങനെ കൊച്ചു കൊച്ചു സമയത്തിൽ പ്രവർത്തിക്കുന്ന ആളുകളാണ് ജീവിതത്തിലെ വലിയ വിജയങ്ങൾ നേടുന്നത്. അതുകൊണ്ട് സമയം എന്നത് നമുക്ക് ഊർജം പോലെയാണ്. നമുക്കൊരിക്കലും അത് സൃഷ്ടിക്കാൻ സാധിക്കില്ല, ഉള്ളതിന് ഉപയോഗിക്കാനേ സാധിക്കൂ. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല അധ്യയന വർഷം ആശംസിക്കുന്നു. വീണ്ടും കാണാം.